ഒരു മിക്സി ജാറിലേക്ക് ഒരു മുറി തേങ്ങയില്ലേ അത് ഇട്ട് കൊടുക്കണം. ചിരകിയെടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കണം. 2 പച്ചമുളക് ഒന്ന് പീസാക്കി എടുത്തിട്ട് അതും ഇട്ട് കൊടുക്കണം. 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കണം. കുറച്ച് മല്ലിയിലയും കട്ടാക്കി എടുത്തിട്ട് അതും ഇട്ട് കൊടുക്കണം. ഒരു 6 ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു പീസ് വലിയ ഉള്ളി ആയാലും മതി. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷാക്കി എടുക്കണം. 2-3 പ്രാവശ്യം അടിച്ചെടുത്തിട്ട് ക്രഷാക്കി എടുക്കണം. 6 മുട്ട ഉപ്പെല്ലാം ഇട്ടിട്ട് പുഴുങ്ങിയെടുത്തതാണ്. അത് ഇതുപോലെ പീസാക്കി കൊടുക്കണം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുക്കണം. വഴറ്റണ്ട മസാല കട്ടാക്കേണ്ട ഒന്നിൻ്റെ ആവശ്യമില്ല. ഇഫ്താറിന് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ്. നിങ്ങൾ ട്രൈ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. മുട്ടയുടെ മഞ്ഞ വേറെയാക്കി കൊടുക്കണം. അതുപോലെ തന്നെ വെള്ളയും വേറെയാക്കി കൊടുക്കണം. രണ്ടും വേറെ ആക്കിയിട്ട് ഈ നമ്മൾ ക്രഷാക്കി എടുത്ത് തേങ്ങയില്ലേ അതിലേക്ക് ഈ മുട്ടയുടെ മഞ്ഞ ഇട്ട് കൊടുക്കണം. എന്നിട്ട് സ്പൂണോ മറ്റോ കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. ഓവറായി ഉടക്കൊന്നും വേണ്ട, കട്ടയെല്ലാം ഉണ്ടായിക്കോട്ട്. തേങ്ങയും ഈ മുട്ടയുടെ മഞ്ഞക്കരും കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. വെള്ളം മാറ്റി വയ്ക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ സ്നാക്സ്. എപ്പോഴും ഒരേ സ്നാക്സ് ഉണ്ടാക്കുമ്പം ഒരു രസമില്ലല്ല. ഇഫ്താറിന് ഒരു ന്യൂ സ്നാക്സ് ആണിത്. എല്ലാം കൂടി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 6 മുട്ടയല്ലേ പുഴുങ്ങിയെടുത്തത്, അപ്പോൾ 12 ബോൾ ഷേപ്പാക്കി എടുക്കണം. ചെറിയ ബോൾസേ ഉണ്ട്. ഓവറായിട്ട് തേങ്ങയൊന്നും ഉണ്ടായാലും അന്നേരം ടേസ്റ്റ് ഉണ്ടാവില്ല. ആദ്യം തന്നെ ബോൾ ഷേപ്പാക്കി എടുക്കുന്നത്, പിന്നെ നമ്മൾ മുട്ടയുടെ വെള്ളം ആടി ഉണ്ടാവും, മസാല ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്തെടുക്കണം. ഈ തേങ്ങയും മസാലയും കൂടിയിട്ട് ഈ മുട്ടയുടെ വെള്ളയിലേക്ക് നന്നായി അമർത്തി കൊടുക്കണം. അത് മറക്കരുത്. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മുട്ട എടുത്തിട്ട് അത് ഉടച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതിന് ബ്രെഡിൻ്റെയോ മൈദയുടെയോ ഒന്നും ആവശ്യമില്ല. ഇതിൽ മുക്കിയെടുത്തിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഈ മുട്ട മിക്സിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മുട്ടയും മസാലയും ഇല്ലേ അത് നന്നായി മുക്കി കൊടുക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ആക്കരുത്. തീ കൂട്ടി വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ നോക്കണം. കാരണം ഇതിലൊന്നും വേവാനൊന്നുമില്ല. നമ്മൾ ലാസ്റ്റ് ആക്കിയ മുട്ടയുടെ മിക്സില്ലേ അതേ വേവാനുള്ളൂ. തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചൂടോടുകൂടി കഴിക്കാനും ടേസ്റ്റാണ്, ചൂടില്ലാതെയും കഴിക്കാൻ ടേസ്റ്റാണ്. നേരത്തെ ആക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഫ്രൈ ആക്കി എടുക്കാം. മൊത്തത്തിൽ അങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കൂ. അത്രയും നല്ല ടേസ്റ്റാണ്. പിന്നെ വേറെ പണിയും ഇല്ലല്ലോ, കൂടുതൽ പണിയൊന്നും ഇല്ലല്ലോ. പരത്തണ്ട, വാട്ടണ്ട, കുഴക്കണ്ട ഒന്നും ചെയ്യണ്ടല്ലോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.